Essential critical care and nursing skill unit 3 post സമാണ് ഓപ്പറേഷൻ അനസ്തീഷ്യ ടെക്നോളജിയുടെ നമ്മളിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേഷ്യന്റ് കൊളാപ്സസ് വിത്ത് നോ പൾസ്. ഫസ്റ്റ് ആക്ഷൻ, പേഷ്യന്റ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു, പൾസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? 4 ഓപ്ഷൻ ഉണ്ട്. ബി പി നോക്കണം, ചെസ്റ്റ് കംപ്രഷൻ, ഓക്സിജൻ, അഡ്രിനാലിൻ. അപ്പം ചെസ്റ്റ് കംപ്രഷൻ ചെയ്യണം, ഇപ്പോൾ കാർഡിയക് അറസ്റ്റ് കൊണ്ടായിരിക്കും വന്നത്. അപ്പം BLS പ്രോട്ടോകോളാണ്, അതിൽ ആൻസർ ചെസ്റ്റ് കംപ്രഷൻ തന്നെയാണ്. ഓക്കെ, ആൻസർ ബി. പൾസ് പ്രസന്റ് ബട്ട് നോ ബ്രീതിങ്, വാട്ട് ഈസ് കറക്റ്റ്? പൾസ് പ്രസന്റ് ആണ്, ബ്രീതിങ് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? റെസ്പിറേറ്ററി അറസ്റ്റ് ആണ്. അപ്പം ബ്രീതിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിനകത്ത്. അപ്പം ആൻസർ റെസ്ക്യൂ ബ്രീതിങ് ആണ്, മൗത്ത് ടു മൗത്ത് ബ്രീതിങ് കൊടുക്കണം. അപ്പം ആൻസർ ബി ആണ്. ചെസ്റ്റ് കംപ്രഷൻ്റെ ഡെപ്ത് എത്രയാണ്? എത്ര താഴത്തേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ 3 സെൻറ്റിമീറ്റേഴ്സ് ആണ് ആൻസർ. 5 to 6 സെൻറ്റിമീറ്റേഴ്സ് ആണ് ആൻസർ. സി ആണ് 2 inches അല്ലെങ്കിൽ 5 to 6 സെൻറ്റിമീറ്റേഴ്സ്. ഇതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. കംപ്രഷൻ റേറ്റ്, CPR നമ്മൾ എത്ര തവണ കംപ്രഷൻ കൊടുക്കണം? അപ്പോൾ CPR 15:1, 30:2 റേഷ്യോ ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മൗത്ത് ടു മൗത്ത് ബ്രീതിങ് പ്രാക്ടീസ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ 1 മിനിറ്റിൽ മിനിമം 100 എങ്കിലും കൊടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ 100 to 120 ആണ് ആൻസർ പെർ മിനിറ്റ് ആണ്. ആൻസർ സി ആണ്. കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ എന്ത് റേഷ്യോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു? 15:1 അല്ലെങ്കിൽ 30:2 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. ജോ ടെസ്റ്റ് മാനുവൽ. ജോസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്പൈൻ ഇഞ്ചുറി പേഷ്യൻ്റ് ഉണ്ട്, ട്രോമയുള്ള പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നെക്ക് മൂവ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജോ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. AED എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷോക്ക് കൊടുക്കുന്ന മെഷീനാണ് AED എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്? VF അല്ലെങ്കിൽ VT, ഈ രണ്ട് കഴിച്ച് വെന്റിക്കുലർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെന്റിക്കുലർ ട്രാക്കിക്കാർഡിയ, പൾസ്ലെസ് VT അല്ലെങ്കിൽ VF-ലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഷോക്കബിൾ റിതം എന്ന് പറയുന്നത്. റിതം നോക്കിയിട്ടാണ് നമ്മൾ ഷോക്ക് കൊടുക്കുന്നത്. ഈ VF അല്ലെങ്കിൽ പൾസസ് VT ഷോക്കബിൾ റിതംസ് ആണ്. അതിൽ നമുക്ക് AED യൂസ് ചെയ്യാം. ആൻസർ ബി ആണ്. ആഫ്റ്റർ AED ഷോക്ക്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഷോക്ക് കൊടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഷോക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും CPR സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ആൻസർ ബി ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ കാർഡിയക് അറസ്റ്റ്. ഹാർട്ടിൽ നിന്ന് മുതൽ കൊടുക്കുന്ന മരുന്ന് ഏതാണ്? ഡ്രഗ് ഓഫ് ചോയ്സ് അഡ്രിനാലിൻ ആണ്. ആൻസർ ബി ആണ്. അമൈഡ്രോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അമൈഡ്രോൺ യൂസ് ചെയ്യുന്നത് അരിത്മിയ ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ആൻസർ ബി ആണ്. BF അല്ലെങ്കിൽ VT ആണ് ആൻസർ ബി. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ BLS. BLSന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സീക്വൻസ് എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ ആണ്. അപ്പം പണ്ട് ABC എന്നായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്, എയർവേ, ബ്രീതിങ്, സർക്കുലേഷൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ CAB എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ സർക്കുലേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആൻസർ സി ആണ്. ടൈം ടു ചെക്ക് പൾസ്. എപ്പോഴാണ് പൾസ് ചെക്ക് ചെയ്യുന്നത്? എത്ര നേരം നമ്മൾ ചെക്ക് ചെയ്യും? അപ്പോൾ ഒരുപാട് നേരം വെച്ചൊന്നും നോക്കാൻ പാടില്ല. നമുക്ക് മാക്സിമം ഒരു 10 സെക്കൻഡ് എടുത്തിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ആൻസർ ബി ആണ്. പൊസിഷൻ ഫോർ CPR. എങ്ങനെയാണ് CPR കൊടുക്കുന്നത്? CPR എപ്പോഴും നല്ല ഫേം ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ പേഷ്യൻറ്റിനെ കിടത്തിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. സുപ്പൈൻ ഫ്ലാറ്റ് സർഫേസ്. സുപ്പൈനായിട്ട് കിടക്കുന്നു, ഫ്ലാറ്റ് സർഫേസ്, സുപ്പൈനായിട്ട് ഫ്ലാറ്റ് സർഫേസ് കിടക്കുന്നു. ആൻസർ ബി ആണ്. ഹാൻഡ് പ്ലേസ്മെന്റ് CPR ഹാൻഡ് എവിടെയാണ് വയ്ക്കുന്നത്? സ്റ്റെർണത്തിലാണ് വയ്ക്കുന്നത്. സ്റ്റെർണത്തിൻ്റെ ലോവർ ഹാഫ്, താഴത്തെ പോർഷനിലാണ് വയ്ക്കുന്നത്. സ്റ്റെർണത്തിന് ചെസ്റ്റിലെ ബോളാണ്, നടുക്കുള്ള ബോളാണ് സ്റ്റെർണം, അതിൻ്റെ ലോവർ ഹാഫിലാണ് വയ്ക്കുന്നത്. ആൻസർ ബി ആണ്. ഫുൾ റിക്കോയിൽ മീൻസ് നമ്മൾ പ്രസ് ചെയ്തിട്ട് വിടണം. പ്രസ് ചെയ്ത് വിടുമ്പോൾ ചെസ്റ്റ് വീണ്ടും പഴയതുപോലെ പഴയ പൊസിഷനിൽ വരും. അതിനെയാണ് റിക്കോയിൽ എന്ന് പറയുന്നത്. ചെസ്റ്റ് തിരിച്ച് എക്സ്പാൻഡ് ആകുമ്പോൾ ബ്ലഡ് വീണ്ടും ഹാർട്ടിലേക്ക് കയറി വരും. എങ്കിൽ നമുക്ക്
അടുത്ത പ്രസ് ചെയ്യുമ്പോൾ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രസ് ചെയ്ത് വിടുന്നതിനാണ് റിക്കോയിൽ എന്ന് പറയുന്നത്. അപ്പം ഫുള്ളായിട്ട് ചെസ്റ്റിനെ വിടണം, അതിനാണ് ഫുൾ റിക്കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഹെഡ് ടിൽറ്റ് ആൻഡ് ചിൻ ലിഫ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ നെക്കിലൊന്നും ഇഞ്ചുറി വരാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് എയർവേ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് യൂസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ബ്രീതിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ആൻസർ ബി ആണ്, നോൺ ട്രോമ എയർവേ. അപ്പം എയർവേ ഓപ്പൺ ചെയ്യാൻ സഹായിക്കും. ബാഗ് മാസ്ക് വെന്റിലേഷൻ ഈസ് യൂസ്ഡ്. ഏത് പേഷ്യൻ്റാണ് ബാഗ് മാസ്ക് വെന്റിലേഷൻ യൂസ് ചെയ്യുന്നത്? അതിൻ്റെ പക്ഷേ റെസ്പിറേറ്ററി ഫെയിലിയർ, ലങ്സ് പ്രവർത്തിക്കുന്നില്ല, റെസ്പിറേറ്ററി ഫെയിലിയർ ഉള്ള പേഷ്യൻസിനാണ് നമ്മൾ ബാഗ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് വെന്റിലേഷൻ കൂടുതൽ കുറച്ചുകൂടെ സഹായമാവും, അസിസ്റ്റ് ബ്രീതിങ്. ആൻസർ ബി ആണ്. ഇ ടി ട്യൂബ് അഡ്വാൻറ്റേജ്. ഇ ടി ട്യൂബ് എൻഡോട്രാക്കിയൽ ട്യൂബാണ്. നമ്മൾ ട്യൂബ് ഇട്ടിട്ട് ട്രാക്കിലേക്ക് ട്യൂബ് ഇട്ടിട്ട് നമ്മൾ വെന്റിലേറ്റ് ചെയ്യുന്നതിനാണ് ഇ ടി ട്യൂബ് എന്ന് പറയുന്നത്. അപ്പം ഫുൾ അതിൽ അഡ്വാൻറ്റേജ് നമ്മുടെ കൺട്രോൾ, എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും. അപ്പം ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആയിരിക്കും ബെസ്റ്റ് മെത്തേഡ് അതാണ്. അപ്പം ബി ആണ്, ഡെഫിനിറ്റീവ് എയർവേ ആണ്. നോൺ ഷോക്കബിൾ റിതം. നോൺ ഷോക്കബിൾ റിതം വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ഷോക്ക് ഷോക്ക് കൊടുക്കാതിരിക്കാനുള്ള റിതം ഏതാണ്? ഏത് കണ്ടീഷനിലും ഷോക്ക് കൊടുക്കേണ്ട കാര്യമില്ലാത്ത. ആൻസർ സി ആണ്. ആ സമയത്ത് ഷോക്ക് കൊടുത്തിട്ട് കാര്യമില്ല, ഹാർട്ട് കംപ്ലീറ്റ് നിന്നിരിക്കുകയാണ്. ഷോക്ക് കൊടുക്കുന്നത് നമ്മൾ വി എഫും വി ടിയിലും എസ് വി ടിയിലും ഒക്കെ ഷോക്ക് കൊടുക്കുന്നത്. അപ്പം ആൻസർ കൂടുതൽ നമ്മൾ വി എഫും വി ടിയിലാണ് ഷോക്ക് കൊടുക്കുന്നത്. ആൻസർ സി ആണ്, എസിസ്റ്റോളിക്. പ്രീകോളിൽ തമ്പ് ഈസ് യൂസ്ഡ് വെൻ. പ്രീകോൾ തമ്പ് ചെസ്റ്റിൽ നമ്മളിങ്ങനെ തട്ടുന്നതിനാണ് പ്രീകോളിൽ തമ്പ് എന്ന് പറയുന്നത്. ഉറച്ച് നമ്മൾ തട്ടുന്നതിന് പ്രീകോൾ തമ്പ് എന്ന് പറയും. അപ്പം നമ്മളങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ പെട്ടെന്ന് ഒരാൾ നമ്മൾ കണ്ണുകൊണ്ട് വെച്ചിട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു തവണ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വിറ്റ്നസ്ഡ് അറസ്റ്റ്. ഓക്കെ, ആൻസർ എ ആണ്. നമ്മൾ കണ്ണുമ്പേ സംഭവിക്കണം എങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ആൻസർ എ ആണ്. ഒ പി എ സൈസ് സെലക്ഷൻ ബേസ്ഡ് ഓൺ. ഒ പി സൈസ് നമ്മളിങ്ങനെ കറക്റ്റ് എടുക്കുന്നത്. ആൻസർ ഇതിനകത്ത് സി ആണ്. മൗത്ത് ടു ഇയറിലോ, വാ തൊട്ട് ചെവി വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഒ പിയുടെ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം എങ്കിലേ നമുക്ക് ലെന്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ആൻസർ സി ആണ്. ഡീഫിബ്രിൽ പാഡ്. ഡീഫിബ്രിൽ ഷോക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഷോക്ക് കൊടുക്കുന്ന പാഡ് എവിടേക്കാണ് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ആൻസർ ഹാർട്ടിൻ്റെ ഡയറക്ഷനിലാണ് വെക്കുന്നത്. അപ്പം ചെസ്റ്റ് റൈറ്റ് സൈഡിൽ, പേഷ്യൻ്റെ റൈറ്റ് സൈഡിൽ അപ്പർ പാർട്ട്, അപ്പോൾ റൈറ്റ് ക്ലാവിക്കിലും പേഷ്യൻ്റ് ലെഫ്റ്റ് സൈഡിലെ ലോവർ പാർട്ട്, അപ്പോൾ ഹാർട്ടിൻ്റെ അപെക്സിൻ്റെ പോർഷൻ, ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻസർ ബി ആണ്. ട്രയാഡ് മീൻസ് നമ്മൾ പേഷ്യൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് പേഷ്യൻ്റെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഒന്നിച്ച് വരുമ്പം നമുക്ക് ഏതാണ് പേഷ്യൻ്റ് സീരിയസ്, ഏതാണ് എമർജൻസി എന്നുള്ള തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അതനുസരിച്ച് പേഷ്യൻ്റ് നമ്മൾ വേർതിരിക്കുന്നതിനാണ് ട്രയൽ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, സോർട്ടിംഗ് പേഷ്യൻസ്. മാസ് കാഷ്വാലിറ്റി മീൻസ് ഒരുപാട് പേഷ്യൻസ് ഒന്നിച്ച് കയറി വരുന്നതിനാണ് മാസ് കാഷ്വാലിറ്റി. ലൈക്ക് ഒരു റോഡ് മേജർ ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു പോയിസണിങ്, ഒരുപാട് ആൾക്കാർ താമസ സ്ഥലത്ത് ഫുഡ് പോയിസണിങ് വന്നു, അങ്ങനെ വരുന്നതിന് മാസ് കാഷ്വാലിറ്റി. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഷോർട്ടേജ് വരും, ബെഡിൻ്റെ ഷോർട്ടേജ് വരാം, മരുന്നിൻ്റെ ഷോർട്ടേജ് വരാം, സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് വരാം. അപ്പം റിസോഴ്സസ് നമുക്ക് ലിമിറ്റ് ആവും. അപ്പോൾ ആൻസർ ബി ആണ്. എക്സിസ് റിസോഴ്സസ് നമ്മുടെ സിസ്റ്റം ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരാം. ഓവർവെൽ സിസ്റ്റം. ആൻസർ ബി ആണ്. പ്രൈമറി സർവേ ഇൻക്ലൂഡ്സ്. പ്രൈമറി സർവേ വെച്ചാൽ ആദ്യത്തെ നമ്മൾ സർവേ ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എ ആണ്. ആൻസർ എ ആണ്. ABCD എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ്. ഓക്കെ, അങ്ങനെ ATLS സ്റ്റാൻഡേർഡ് എന്നും പറയും. അപ്പോൾ ആൻസർ എ ആണ്. എയർവേ അസസ്മെൻറ്റ് ഇൻക്ലൂഡ്സ്. എയർവേ നമ്മൾ എന്താണ് നോക്കുന്നത്? എയർ കറക്റ്റായിട്ട് പോകുന്നു, തടസ്സം വല്ലതും ഉണ്ടോയെന്നാണ്, എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ് ഇല്ലാത്തതുണ്ടോ നോക്കുകയാണ്. ആൻസർ സി ആണ്. ബ്രീതിങ് അസസ്മെൻറ്റ്. ബ്രീതിങ് എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്? നമ്മൾ
ചെസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ശ്വാസം എടുക്കുന്ന ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പം ആൻസർ ബി ആണ്. സർക്കുലേഷൻ നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുന്നത്? സർക്കുലേഷൻ്റെ സൈൻ എന്താണ്? എങ്ങനെ കണ്ടറിയാം സർക്കുലേഷൻ ഉണ്ടോ ഇല്ലേ എന്ന്? അപ്പോൾ പൾസ് നോക്കും, പിന്നെ ബ്ലഡ് പെർഫ്യൂഷൻ നോക്കും. മീൻസ് ബ്ലഡ് നന്നായിട്ട് പോകുന്നെങ്കിൽ സ്കിന്നിൻ്റെ കളറൊക്കെ നല്ല പിങ്കായിട്ടിരിക്കും. പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പൾസും പെർഫ്യൂഷൻ നോക്കിയിട്ടാണ് നമ്മൾ സർക്കുലേഷൻ നോക്കുന്നത്. ഹൈപ്പോതെർമിയ പ്രിവെൻഷൻ. ഹൈപ്പോതെർമിയ മീൻസ് ടെമ്പറേച്ചർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു. ആ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് പേഷ്യൻറ്റ് ബ്ലാങ്കറ്റ് വെച്ചിട്ട് കവർ ചെയ്യും. അപ്പോൾ ആൻസർ വോം ബ്ലാങ്കറ്റ്സ് ആണ്. ഇൻഫൻറ്റ് പൾസ് സൈറ്റ്. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഇവിടെയാണ് പൾസ് നോക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് നമുക്ക് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് സ്ഥലം ബ്രേക്കിയൽ ആർട്ടറിയാണ്. ആൻസർ ബി ആണ്. ചൈൽഡ് പൾസ് റേറ്റ്. ഇൻഫൻറ്റിൻ്റെ കുറച്ചുകൂടെ അടുത്ത സ്റ്റേജിലാണ് ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ആൻസർ ബി ആണ്, കാരോട്ടിഡ്. ഓക്കെ, 1 വയസ്സിൽ താഴെയുള്ള ഇൻഫൻറ്റ്, 1 വയസ്സ് മുകളിലോട്ട് ചൈൽഡാണ്. ഓക്കെ. പാൽസ് റേഷ്യോ. പാൽസ് റേഷ്യോ എങ്ങനെയാണ്? പാൽസ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്, 15:2. നമ്മൾ കംപ്രഷനും ബ്രീതിങ്ങിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ആൻസർ ബി ആണ്, 15:2 ആണ്. അഡ്വാൻസ്ഡ് എയർവേ ബ്രീതിങ്. അഡ്വാൻസ്ഡ് എയർവേ ബ്രീതിങ്ങിൽ നമ്മൾ എത്ര മിനിറ്റാണ് കൊടുക്കുന്നത്? 1 മിനിറ്റിൽ എത്ര തവണയാണ് കൊടുക്കുന്നത്? ആൻസർ ഇതിനകത്ത് ബി ആണ്, 1 മിനിറ്റിൽ നമ്മൾ 10 തവണ കൊടുക്കുന്നത്. ഓക്കെ. ഓക്സിജൻ ഇൻ ട്രോമ. ഓക്സിജൻ ഇഞ്ചുറി ആയിട്ട് ഒരു പേഷ്യൻ്റ് ഓക്സിജൻ കൊടുക്കുന്നതിന് ഹൈ ഫ്ലോയിൽ കൊടുക്കണം, ലോ കൊടുക്കണം? ആൻസർ ഹൈ ഫ്ലോയിലാണ്. കാരണം ബ്ലീഡിങ് വരാം, ഹൈപ്പോക്സിയ വരാം. അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഹൈ ഫ്ലോയിൽ തന്നെ ഓക്സിജൻ കൊടുക്കണം. ആംബിയോബാഗിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ആംബിയോബാഗ് നമ്മൾ ബൈ ഫോഴ്സ് എയർ പേഷ്യൻറ്റിന് കൊടുക്കുകയാണ്. അപ്പം ഒരു പോസിറ്റീവ് പ്രഷർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്, ശ്വാസം എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ഡീഫിബ്രിലേഷൻ വർക്ക്സ് ബൈ. ഡീഫിബ്രിലേഷൻ എന്താ ചെയ്യുന്നത്? ഡീഫിബ്രിലേഷൻ ഒരു കറണ്ടാണ്, ഒരു ഹൈ വോൾട്ടേജ് കറണ്ടാണ്. അപ്പോൾ ആ കറണ്ട് പോകുമ്പോൾ ഹാർട്ടിൻ്റെ മസിൽ കംപ്ലീറ്റ് ഡീപോളറൈസ് ആയി പോകും. എന്നിട്ട് വീണ്ടും അത് തന്നെ റിതം സെറ്റാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ആവും. ഹാർട്ടിനെ റീപോളറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡീഫിബ്രിലേഷൻ. എന്നിട്ട് ഷോക്കിൽ ഹാർട്ട് നിന്ന് പോയിട്ട് വീണ്ടും അത് സ്റ്റാർട്ട് ആകുമ്പോൾ റിതം കറക്റ്റായിട്ട് വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റീസെറ്റ് റിതം റീസെറ്റ് ചെയ്യുന്നു. വി എഫ് മീൻസ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആണ്. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഒരു കാർഡിക് ഒരു ഭയങ്കര ഒരു ഇറഗുലർ ആയിട്ടുള്ള റിതമാണ്. ഹാർട്ടിനൊട്ടും പമ്പിങ് എഫക്റ്റീവ് അല്ലാത്തൊരു പമ്പിങ് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ടോട്ടലി ഇറഗുലർ ആയിട്ടുള്ള റിതത്തിനെയാണ് വി എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ കയോട്ടിക് റിതമാണ്, ബി ആണ്. എസിസ്റ്റോളി മീൻസ് ഹാർട്ട് ഒട്ടും അനങ്ങുന്നില്ല, ഒട്ടും മൂവ് ചെയ്യുന്നില്ല, ബീറ്റ് ചെയ്യുന്നില്ല, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇല്ല. അതാണ് എസിസ്റ്റോളി എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. അപ്പോൾ പി എ മീൻസ് ആൻസർ ബി ആണ്, നോ പൾസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. പൾസിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇല്ല, അതിനാണ് പി എ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. അഡ്രിനാലിൻ ഇൻ്റർവെൽ. അഡ്രിനാലിൻ നമ്മൾ കൊടുക്കുമ്പോൾ എത്ര സമയത്തിനിടയ്ക്ക് കൊടുക്കണം? അപ്പോൾ 3 എല്ലാ 3-5 മിനിറ്റിനാണ് നമുക്ക് കൊടുക്കാം. ഡിപ്പെൻസ് ആ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. ലിഡോക്കിൻ ഈസ് യൂസ്. എപ്പോഴാണ് ലിഡോക്കിൻ യൂസ് ചെയ്യുന്നത്? ലിഡോക്കിൻ ബേസിക്കലി ഒരു ആൻറ്റി അരിത്മിക് ഡ്രഗ് കൂടെയാണ്. അപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അമൈഡ്രോൺ ആണ്. പക്ഷേ അമൈഡ്രോൺ ഇല്ലാത്ത സമയത്ത് നമുക്ക് ലിഡോക്കിൻ കൊടുക്കാം, ഓൾട്ടർനേറ്റീവ് ഡ്രഗ് ആയിട്ട് കൊടുക്കാം. ആൻസർ ബി ആണ്. സോഡിയം ബൈകാർബണേറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യും ഹൈപ്പർ കലീമിയ. ബേസിക്കലി സോഡിയം ബൈകാർബണേറ്റ് pH കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആസിഡിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് pH കൺട്രോൾ ചെയ്യണമെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഹൈപ്പർ കലീമിയ സിറ്റുവേഷനിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആൻസർ ബി ആണ്. കാൽഷ്യം ഈസ് യൂസ്ഡ്. കാൽഷ്യവും നമുക്ക് ഹൈപ്പർ കലീമിയ സിറ്റുവേഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആൻസർ ബി ആണ്. ET ഇൻറ്റിബേഷൻ പർപ്പസ്. എന്തിനാണ് എൻഡോട്രാക്കിയൽ ട്യൂബ് ഇടുന്നത്? എൻഡോട്രാക്കിയൽ ട്യൂബ് ഇടുന്നത് നമുക്ക് ഫുൾ എയർവേ കൺട്രോൾ കിട്ടാനാണ്. വെന്റിലേറ്റ് ചെയ്യാൻ പേഷ്യൻറ്റിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റേറ്റിലും വോളിയം വെച്ചിട്ട് നമുക്ക് ഇൻറ്റിബേറ്റ് ചെയ്യാൻ പറ്റുന്ന
രീതിയിൽ ചെയ്യാനാണ് ETT വരുന്നത്. ആൻസർ ബി ആണ്. ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ ഇസ് യൂസ്ഡ് ഫോർ. അപ്പോൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് അതേ സമയത്ത് ബ്രീതിങ് കൊടുക്കാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന വെന്റിലേറ്ററാണ് ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ. ICU ആംബുലൻസസിനകത്താണ് ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ ഉണ്ടാവുന്നത്. ആൻസർ ബി ആണ്. ക്രിട്ടിക്കൽ ട്രാൻസ്ഫർ. ബ്രീതിങ് സർക്യൂട്ട് പർപ്പസ്. ബ്രീതിങ് സർക്യൂട്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഗ്യാസസ് കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പേഷ്യൻറ്റിന് യൂസ് ചെയ്യുന്നത്. അത് വെന്റിലേറ്ററിൻ്റെതായിട്ട് കണക്ട് ചെയ്ത സർക്യൂട്ടാണ്. അപ്പം ആൻസർ ബി ആണ്. അനസ്തീഷ്യ ഡെലിവറി സമയത്ത് യൂസ് ചെയ്യുന്നതാണത്. ആൻസർ ബി ആണ്. APL വാൽവ് ഫംഗ്ഷൻ. APL വാൽവ് ഫംഗ്ഷൻ എന്തിനു വേണ്ടിയാണ്? ഇത് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വാൽവാണ്. അപ്പം എക്സസ് പ്രഷർ കൂടി കഴിഞ്ഞാൽ ആ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാൽവാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ക്ലോസ് സിസ്റ്റം ഫീച്ചർ. ക്ലോസ് സിസ്റ്റത്തിൽ എന്താണ് പ്രത്യേകത? അതിനകത്ത് നാച്ചുറലി കംപ്ലീറ്റ് റീബ്രീതിങ്, വീണ്ടും പോകുന്ന എയർ വീണ്ടും തിരിച്ച് കയറി വരുന്ന സിസ്റ്റമാണ്. അപ്പോൾ ആൻസർ ബി ആണ്. കംപ്ലീറ്റ് റീബ്രീതിങ്. അതിന് സർക്കിൾ സിസ്റ്റം എന്ന് പറയും. ഓപ്പൺ സിസ്റ്റത്തിൽ റീബ്രീതിങ് നടക്കത്തില്ല, വേറെ ഫ്രഷ് ആയിട്ടുള്ള ഗ്യാസസ് കയറി വരും. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടാണ്. ആൻസർ ബി ആണ്. നോ റീബ്രീതിങ്. സെമി ക്ലോസ് മീൻസ് രണ്ടിൻ്റെ കോമ്പിനേഷനാണ്. പാർഷ്യൽ ബ്രീതിങ്, പാർഷ്യൽ റീബ്രീതിങ്, പാർഷ്യൽ ഫ്രഷ് ആയിട്ടുള്ള ഇതും വരെയാണ്. അപ്പം രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അത് സെമി ക്ലോസ് സിസ്റ്റം ആവുന്നത്. ആൻസർ ബി ആണ്. ഈ essay ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.